ഹേ ഓൾ അസ്സലാമു അലൈക്കും ഗൈസ്. അങ്ങനെ 2026 റമദാൻ നമ്മൾ വരവേൽക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഈ വീട്ടിലെ രണ്ടാമത്തെ നോൽമ്പാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും നോമ്പിന്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ എല്ലാവരുടെ പെരയിലും ചെയ്തിട്ടുണ്ടാവില്ലേ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചെയ്ത് കഴിഞ്ഞോ ഗൈസ്? നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചെയ്ത് ചെയ്യണം എന്നുള്ള ജസ്റ്റ് നിങ്ങളൊന്ന് പറയണേ. നമുക്ക് ഒരു പണി ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്, പിന്നെ അത്യാവശ്യം ഒരുക്കമുള്ളതുകൊണ്ട് നമ്മളൊക്കെ ഒരുക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പെരയിലെ കഴിഞ്ഞോ? നനച്ചുകുളി എന്നാണോ അതോ നനച്ചുള്ളി എന്നാണോ? പല നാട്ടിലും പല ഭാഷയെ പറയാ, പല രീതിക്കാ പറയാ. നിങ്ങളുടെയൊക്കെ എൻ്റെ നാട്ടിൽ എന്താ പറയാ? നനച്ചുള്ളി. നനച്ചുകുളി. നമ്മളിവിടെ പേരെ വൃത്തിയാക്കുക നമ്മൾ അങ്ങനെയൊന്നുമില്ല, ഓരോരുത്തരും ഓരോ ഇതിൽ പറയലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് പറയാന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ ആൾക്കാരെ കിട്ടുമെന്ന് നോക്കി, പക്ഷെ എല്ലാവർക്കും ഈ ഒരു ടൈമിൽ ഇതേമാതിരി നനച്ചുകുളികൾ ഒരുപാടുള്ളതുകൊണ്ട് ഒക്കെ ബിസിയാണ്. അപ്പം നമ്മൾ ഇതേമാതിരി നിസ്കാര റൂം കാര്യങ്ങൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു 30 ദിവസം പ്രാർത്ഥിച്ച് അല്ലേ ഈ 30 ദിവസം ചെയ്ത പാപങ്ങളൊക്കെ ഒന്ന് അല്ല ഇതുവരെ ചെയ്ത പാപങ്ങളൊക്കെ ഒന്ന് പുറത്തുതരാൻ വേണ്ടി പഠിച്ചവനോട് പ്രാർത്ഥിച്ചോണ്ടിരിക്കാൻ പോവാണ്. നിസ്കാര റൂമിൽ തപസ്സിരിക്കാൻ വേണ്ടി പോവാണ് സീനു. അല്ല ഞാനും അല്ല ഇനി ഇവിടെ അങ്ങോട്ട് എല്ലാവരും ലീവൊക്കെ ആണ്, ഞാനും കുറേ ലീവാണ്. നമുക്കൊന്നാമത് എനിക്ക് ഫുഡിന്റെ കാര്യത്തിൽ ടെൻഷനൊന്നുമില്ല, നോമ്പ് വളരെ ഈസി ആയിട്ട് എനിക്ക് കഴിഞ്ഞു പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു മാസം മുന്നേ ഡയറ്റ് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് നോമ്പാവാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമാണ്, കാരണം ഇവരൊക്കെ ഒന്ന് പട്ടിണി നടത്താലോ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വർക്ക് ഏരിയന്റെ ആകെ നന്നാക്കാണ്ട്, പിന്നെ പുറങ്ങൾ നന്നാക്കിട്ട് പുറം നന്നാക്കണം. അടിച്ചു കഴുകണ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ നനച്ചു കുളിക്കണ്ട. നമുക്ക് തിരുമ്പാളത് തിരുമ്പിയോ? ഇല്ല, അത് തിരുമ്പട്ടെ. ആവശ്യമില്ലാത്തതൊക്കെ പുറത്തിറക്കണ്ടേ? പണിക്ക് കഴിഞ്ഞ് ഒഴിവാക്കി എടുത്തക്കണ്ടി എടുത്ത് ഇനിയിപ്പോ മെയിൻ പണികൾ എന്തൊക്കെയാണ്? കൊടുത്ത് മെയിൻ പണികൾ എന്താ ഈ നമുക്ക് ഈ ഗ്ലാസ് കണ്ടോ, ഈ ഗ്ലാസ്സുകൾ, അതായത് നമ്മുടെ വിൻഡോ ഗ്ലാസ്സുകൾ തുടക്കുക. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ ഇതിലത്തെ മണ്ണാച്ചുമല അങ്ങനത്തെ ഫാനുകളൊക്കെ തുടച്ച് ഞാൻ അന്ന് വെച്ചിരുന്നു. എന്നാലും ജസ്റ്റ് ഒന്നും പാടൊന്ന് തുടക്കാം. കാര്യമായിട്ട് പണിയൊന്നുമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പണി എടുക്കുമ്പോ പണി തന്നെയാണ്. മൊത്തം മണ്ണാച്ചമല തട്ടിയിട്ട് അവസാനം അടിച്ചോടി തുടച്ചാൽ മതി കേട്ടോ. ഞാൻ അത് പറഞ്ഞ ആദ്യം മുകളില് മാത്രം, നാളെ അടിയെടുക്കാം. അല്ലല്ല എടുക്കുകയാണെങ്കിലൊക്കെ, അല്ലാതെ ഇന്നെ കിട്ടൂല. നാളെ നമുക്ക് കുടിയിരിക്കലില്ലേ ഫാറൂഖിന്റെ? നമ്മുടെ ഈ കിച്ചണിൽ അത്യാവശ്യം പണി എടുക്കാണ്ടാവും. ആ ഷീറ്റൊക്കെ എന്തായിട്ടുണ്ട്, പൊടി പിടിച്ചിട്ടുണ്ട്. അതെന്താ അവിടെ മാത്രം പൊടി പിടിച്ചെന്ന് എനിക്കറിയാം. അപ്പൊ അവിടുത്തെ കൂടി എത്തൂലേ? അതാ മറ്റേ ഇതുമ്മ കേറി ഇന്നത്തെ ഇടിച്ചൊക്കെ അങ്ങനെ ഗൈസ് കൊല്ലത്തുനിന്ന് ഇടിച്ചൊക്കെ ആയിട്ടാ വന്നിട്ടുള്ളത്. ഞാൻ കനത്തിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടോ നോക്കുമ്പോ അതിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞ സാധനം ഇടിച്ചൊക്കെ. കനത്തിൽ എന്താ കൊണ്ടുണ്ടാവോ ഇടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഇടിച്ചൊക്കെ ഉപ്പേരിയ വെളിച്ചെണ്ണ അല്ലാതെ കുറച്ച് ഇടിച്ചൊക്കെ ഉണ്ടാക്കൊണ്ട് കേട്ടോ. എനിക്ക് തിന്നാനാ അങ്ങനെ കുറച്ച് വെക്കൊണ്ട് പൂതിക്ക. ഓക്കെ, അപ്പൊ എന്തായാലും നോമ്പിന്റെ വരവേൽക്കല് അങ്ങനെ കുറച്ച് എടുത്ത് വെറും ചോറ് എന്താ തിന്നണ്? ഞാനിങ്ങനെ വിചാരിക്കും അത് അവിടുത്തെ പേരെ നനച്ചുള്ളി എടുക്കണ്ടേ? നിങ്ങൾ ഇന്ന് രാവിലെ പോയി എടുത്തോ? രാവിലെ പോയിട്ട് കൊറേ എടുത്തു. എന്താ എടുത്ത്? രാവിലെ നിച്ചപ്പോ ആളെ കാണാനല്ല, നേരെ താഴത്തെ പേരൊക്കെ ഇത്ര ദിവസം ഇരിക്കപ്പുറത്തി ഉണ്ടായിട്ടുണ്ടാവില്ല. പൂച്ചത്തീറ്റ എന്താ പാട്? വാങ്ങണോ? പിന്നെന്താ, ഇന്ന് പോയിട്ട് വാങ്ങണോ? ഓക്കെ, പൂച്ചത്തീറ്റ എടുക്കണം, പണി എടുക്കരുത്. ആദ്യം ഒരു പെര പോലും ക്ലീനും നനച്ചുള്ളി പണി എടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇപ്പൊ 2 പെര നനച്ചുള്ളി പണി എടുക്കണം. എല്ലാവർക്കും ഇതേമാതിരിയൊക്കെ ആവട്ടെ അല്ലേ? ഇപ്പൊ നമുക്ക് കുറച്ചും കിടക്കുന്ന അവിടെ ക്യാമറ അങ്ങോട്ട് വെച്ചിട്ടില്ല. അപ്പൊ നിങ്ങളോടൊക്കെ പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങോട്ട് പ്രാർത്ഥിച്ചോളൂ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും ഗൈസ്. ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഈ ഇടയ്ക്ക് എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ എനിക്ക് എല്ലാവരും സഹായിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഗൈസ് ഇപ്പൊ എന്റെ കയ്യിൽ ഞാൻ പറഞ്ഞപ്പോ ഒക്കെ ബിസിനസ്സിലോട്ട് ഇറക്കിയിട്ടുള്ള ബിസിനസിന്റെ അതൊക്കെ ഒന്ന് റണ്ണായി വന്നതിന് ഇൻഷാല്ലാ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നല്ല രീതിക്ക് ആ നിങ്ങളും പ്രാർത്ഥിക്കുകയും നിങ്ങളെയൊക്കെ രക്ഷപ്പെടുത്താൻ ഇങ്ങനെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമുക്ക് നോക്കാം. പെൻഷൻ തരുന്നില്ല, ബാക്കി ഇനിയിപ്പോ വിധവാ പെൻഷൻ കിട്ടാനിട്ടാ.
ഒരു കാര്യത്തിന് 10 റുപ്യ അവരാരൊക്കെ വേണം. ഉണ്ടല്ലോ 10 അല്ല 5000 റുപ്യ തന്നില്ലേ? കൊണ്ടിട്ട് കയ്യിരുന്ന നേരം നാട്ടുകാർ തരില്ലേ? ഇങ്ങോട്ട് പോകുമ്പോ 3 ചായ കുടിച്ചു, ഇങ്ങോട്ട് വരുമ്പോ 3 ചായ കുടിച്ചു 30 റുപ്യക്ക്. ആകെ 1000 റുപ്യ കൊണ്ട് നിങ്ങൾക്ക് 5000 റുപ്യ തന്നീന്നല്ലോ. അത് കൊണ്ടുപോയില്ല. അതെന്തേ? അഥവാ വല്ല കുഴക്കും തളർച്ചയായിട്ട് വണ്ടിയിൽ വീണ ആ പൈസ മനുഷ്യന്മാർ തല കട്ടുകൊടുത്തു. അഥവാ ട്രെയിന് മിസ്സായി പോയി, വരാൻ പൈസ ഇല്ലെങ്കിൽ എന്താ ചെയ്യാ? വരാൻ പൈസ ഇല്ലെങ്കിൽ എന്തായാലും പാടെ എത്തുമല്ലോ. എത്തിയില്ലെങ്കിൽ അതിന്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാ? അപ്പൊ എന്റെ മരവും കൊണ്ടുപോകുന്നേ. ആ പൈസ കയ്യിൽ വെച്ച് പോണം എന്തിനും, മനസ്സിലായില്ലേ? ഞാൻ പൈസ അങ്ങനെ കൊണ്ടുപോയില്ല. ആ ഒക്കെ ശരിയാണ്. ഇത് മറ്റം പറഞ്ഞ മാതിരി പണിയെടുക്കാനായോ? മുട്ട വെച്ചോ? ആ മുട്ട എന്താ ഓഫാക്കിയിട്ട് ഞാൻ മുകളിലാവും. ഡീനറിന്റെ എടീ ഇതല്ല, വേറൊരു വൈപ്പർ ഉണ്ട്, അവിടെ നിർത്തോണ്ടേ. ഈ വൈപ്പറല്ല, പണിയായുധങ്ങളൊക്കെ എടുത്ത് സിനു ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? നനച്ചുകുളി പണിയുടെ പണികൾ. കഴിഞ്ഞിപ്പോ എന്ത് അന്ന് നിങ്ങൾ ചെയ്തെങ്കിൽ കഴിഞ്ഞിരുന്നോ? കുട്ടിയുണ്ട് ഒപ്പം കേറി പോണോക്കാ. ഇജ്ജ് എവിടുക്കാ? ടാറ്റ എടുക്ക്, ടാറ്റ എടുക്കല്ലോ മോളെ. ഇജ്ജ് എവിടുക്കാ? മോൾക്കോ? ടാറ്റ എടുക്ക്. ഇജ്ജ് നനച്ചുള്ളി പണിക്ക് പോവാ? ആദ്യം പുറത്തെ ക്ലാസ് തുടച്ചുള്ളിൽ കേറാ. മാറാലൊന്നും ഇല്ലല്ലോ ഇനിവിടെ. ഒന്ന് ജസ്റ്റ് തട്ടിക്കാളി, കൂടുതലൊന്നും ഇല്ലല്ലോ. മണ്ണാമലൊന്നും കാണാൻ. ഈ ഇതിമേലൊക്കെ ഉണ്ട്. ഏതുമേ? അതൊന്നും തുറക്കാൻ കഴിയില്ല. ഇവിടെ ഒന്നും കച്ചറല്ലാന്ന്. എവിടെ കച്ചറ? അടിച്ചായി കച്ചറിനൊക്കെ ഒഴിവാക്കി ഞാൻ. അയ്യോ മാഷാ അല്ലാഹ്, നല്ലൊരു പണിക്കാരി തന്നെയാട്ടോ ഇജ്ജ്. എന്താ വിചാരിച്ചെന്നെ? ഞാൻ വലിയ പണിയൊന്നും ഇല്ല. അവനാന്റെ പേരയിൽ ഇവിടെ അടിച്ചോരി ഗ്ലാസ് കൂടി ക്ലീൻ ആക്കാൻ എന്നോട് ആവില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പണി കണ്ടുവച്ചിട്ടല്ലേ ഞാൻ ക്ലീൻ ആക്കി. ഇജ്ജ് എനിക്ക് പണി തരാൻ നടന്നോ? ചാവണ്ടേ, തല മിന്നാണേ. നീ നോക്കാ, ഇതാണ് നനച്ചു കൊള്ളി പണി കേട്ടോ. ഇജ്ജ് വലുതായിട്ട് അവന്റെ ഒപ്പം ഇങ്ങനെ അടിച്ചു വരാൻ കയറണം കേട്ടോ. ഞാൻ അതായകല്ലൊരു സമാധാനം. ഫിൽറ്റർ ആക്കണം കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് കേറുമ്പോ കൂട്ടണ്ടി ഒറ്റക്ക് എടുത്താൽ മതിയാന്ന്. പെരട്ടിപ്പണി ആയതാ ഇതൊക്കെ. ഇനിയിപ്പോ ഇതൊക്കെ ചവിട്ടിട്ട് അങ്ങോട്ട് കേറും അല്ലേ? അലേഹ ഇത് പിടിച്ച നടക്കണ്. ആ പൊടി ഒരു തുണി എടുത്തില്ല, മറന്നു. നിങ്ങൾ എടുത്തിട്ടോ? ഒരു തുണി എടുത്തു പോവാ പോയിട്ട്. ഇതൊക്കെ ഞാൻ അടിച്ചോടി തുടച്ചുകൊണ്ട് നല്ലൊരു തുണി എടുത്തു പോവാ. നിലല്ല, മോളത്തെ മാറാമല തട്ടിത്തരാം. ആ എന്നാ തുണി എടുത്തു പോവാ പോയിട്ട്. ഇത് ഇവിടെ ഒന്നും താമസിക്കണില്ല, എന്നിട്ട് ഇതൊക്കെ വൃത്തിയാക്കാൻ നടക്കണം. ആരവിടെ ഉള്ള ഈ വേറുണ്ട് ഇവിടെ? ഒരു തുഞ്ഞണ മീശയും കൊടുന്നിക്കണേ. ഞാൻ ഇതുമ്പോ എന്റെ ജീവിതത്തിൽ അടിക്കണ ഞാൻ കണ്ടിട്ടില്ല. ആ നിജാസിന്റെ ഉമ്മ വന്നപ്പോ 2 ദിവസം നിന്ന് അടിച്ചു എന്നല്ലാതെ ഇവരാരും തുഞ്ഞണ മീശയും പോയിട്ട് എന്തിന് ഇസ്തിരി ഇടുന്ന സാധനം പാടെ അവിടെ വെറുതെ കിടക്കുക. ഞാൻ പറയണോ? വാങ്ങിയെന്ന് മുതൽ എനിക്ക് പള്ളല കേസ്. എന്ത്? ആദ്യം ഇതായി റെസ്റ്റായി, ഇതായി പോയത്, DNC ആയി പോയത്. പിന്നെ ഇവളായി, പിന്നെ ഓനായി. ഇപ്പൊ 3 മാസം കഴിഞ്ഞ് എണീച്ചിട്ടുള്ളൂ. അടിച്ചാലൊരു കേപ്പ് വേണ്ടേ? പള്ളയുള്ളപ്പോ എന്താ തുന്നിയാല്? അപ്പൊ അടിച്ചാറ്റില്ലല്ലോ. അടിച്ചാലുണ്ട് ചിലവരെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ നല്ല മണ്ണാമല ഉണ്ട്. ഇതൊക്കെ നമ്മള് നേരെ വൃത്തിക്ക് തട്ടിയില്ലെങ്കിൽ അതിന്റെ അവിടുന്ന് മാറി ഞാൻ തലക്ക് വീടാ കയ്യോ. മോളെ കുട്ടി അടിക്ക് പോവുണ്ടോ? പോവില്ല നമ്മളവിടെ കണ്ട. കേൾക്കാത്തൊരു കുട്ടി തന്നെയാണല്ലോ ഇത്. അടി വേണോ നമുക്ക്? ഞാൻ അതാ പറഞ്ഞ അതിനെ എടുക്കണ്ട. അതിനെ എടുക്കണ്ടെന്ന് ഇവിടെ നിൽക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? അത് കാണാതെ കേറണം. പണിയെടുക്കാൻ വന്നല്ലേ ഇത് ഇരിക്കണേ. എടുത്തൂടെ. അത് അതിന്റെ വീട്ടിലൊക്കെ അതാ കൊണ്ടാമല. ഇത് തൊടുക്ക് നനച്ചിട്ട്. അത് ഞാൻ അടിച്ചു വരില്ലേ, വെറുതെ ഇരിക്കല്ലേ. എന്താ അറിയോ, വീഡിയോ എടുക്കലായിട്ട് കഴിഞ്ഞാല് വീഡിയോ എടുക്കലൊന്നും കഴിയൂല. അത് ഇത് തൊടുക്കത്. ഇത് മൊത്തം ചെയ്തു പറയും. ഇത് വീഡിയോ എടുക്കുമ്പോ എനിക്കൊരു തെളിവുള്ളൂ ഞാൻ ഇവിടെ പണിയെടുത്തു എന്നുള്ളത്. മറ്റേ മൊത്തം ഇയാണ്ട് എടുത്തു എന്ന് പറയും. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു പൊട്ടന്റെ പോലെ. ആ വാക്കില്ല ചമ്മലും കൂടി അടിച്ചാലിരിക്കുന്നു. ഞാൻ ഒരു പണി ചെയ്തരാ, ഒക്കെ ഞാനോട് ചെയ്തരാ. ഇജ്ജ് താഴത്ത് പോയിട്ടിരുന്നോ. വർത്താനം മാത്രമേ ഉള്ളൂ. പണി പത്തുവാ. നീ പണിയിപ്പിച്ചു എന്നല്ല, അവനാന്റെ പൊടിയും വരെയും പണിയെടുക്കും. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോ ഇൻഡിപെൻഡന്റ് ആവും. ഇന്നെ ഇവിടെ കൊടുന്ന് പണിയിപ്പിക്കാണ്.
ഈ നനച്ചുള്ളിക്കൊക്കെ ഞാൻ വേറെ ആളൊന്നും പഠിപ്പിക്കണം. കുറച്ച് പൊടി ഉണ്ടാവുക, ഇതൊക്കെ ഒന്ന് വൃത്തിക്ക് തുടച്ച് ഈ അഴികളൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കി. ഇവരാണെന്നുണ്ടെങ്കിൽ ഇത് മിനിക്കും കൊണ്ട് നിൽക്കും. ഇത്രയൊന്നും പണിയുടെ ആവശ്യമില്ല, വേറെ വൃത്തിക്ക് കഴിയേണ്ട പണികളാണ്. പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഗ്ലാസ് നമ്മൾ ശ്രദ്ധിച്ചെങ്ങാണ്ട് വേണം തുടക്കാൻ, അല്ലെങ്കിൽ പണി കിട്ടും ഗൈസ്. പൊട്ടിക്കഴിഞ്ഞാൽ മുതൽ പോയി. അങ്ങനെ ഗൈസ് ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് റിസ്ക് പിടിച്ച പണികളാണ് കേട്ടോ. അതായത് ഇതുപോലത്തെ ലൈറ്റൊക്കെ തുടക്കലാണ്. ലൈറ്റ് തുടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഗ്ലാസ്സാണ്. നമ്മുടെ കയ്യിൽ നിന്നൊരു അശ്രദ്ധ പറ്റിക്കഴിഞ്ഞാൽ ഇതൊക്കെ താഴെ പോകുന്ന പൊട്ടുകിട്ടും. അപ്പോൾ നല്ല ശ്രദ്ധിച്ചെങ്ങാണ്ടാണ് ഞാൻ തുടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് അത്യാവശ്യം പൊടിയുണ്ട്. അപ്പോൾ അത് തട്ടി വൃത്തിയാക്കി, ഏതായാലും നമ്മൾ വൃത്തിയാക്കിയല്ലേ. ഞാൻ ഇതിന് ഒരാളെ വിളിച്ചതാണ്, പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വെവ്വേറെ പണിയിലാണ് മക്കളെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നനച്ചുള്ളി പണി എന്ന് പറയുമ്പോൾ നമ്മളെ പേരുള്ള ആൾക്കാർ തന്നെ ഒരുമിച്ചെടുക്കുമ്പോൾ അതൊരു രസം ഉണ്ടാവില്ലേ. അങ്ങനെ 3 ആൾ 3 പണിയായിട്ട് കൊടുക്കുന്നത്. സീന് മുകളിൽ അടിച്ചോരി തുടക്കുന്നുണ്ട്. ഉമ്മ കിച്ചണിൽ നമുക്ക് വെച്ചുണ്ടാക്കി തരുന്നുണ്ട്. പിന്നെ അത് ഞാൻ ഈ ഇവിടുത്തെ ബാക്കിയുള്ള മാറാലിയും അതേമാതിരി ലൈറ്റും കാര്യങ്ങളും അങ്ങനത്തെ റിസ്ക് പിടിച്ച പണികളൊക്കെ ഞാൻ ചെയ്തുതരാം. നിങ്ങൾ സാധാരണ അടിച്ചോരി തുടക്കുന്ന പണികൾ നിങ്ങൾ എടുത്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ മെയിനായിട്ട് നമുക്ക് എല്ലാ എക്യുപ്മെൻറ്റ്സും ഉണ്ട് കേട്ടോ. അതായത് തുടക്കണമാണെങ്കിലും മാറാല് തട്ടണമാണെന്നുണ്ടെങ്കിൽ ഇനി പൊടി എടുക്കണതാണെങ്കിലും മൊത്തത്തിലുള്ള സാധനം നമ്മുടെ തന്നെ ഉണ്ട്. കാരണം നമുക്ക് ഓരോ പ്രൊമോഷൻസ് ഒക്കെ കിട്ടുന്നതുകൊണ്ട് അവിടെ നമ്മുടെ വീട് ക്ലീൻ ആക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് വരലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി പുറത്തുനിന്ന് പണിക്കാരില്ലെങ്കിൽ പോലും നമുക്ക് എന്തായാലും പണിയെടുക്കാൻ നമുക്ക് വെച്ചാൽ എന്തായാലും നമുക്ക് തന്നെ പണിയെടുക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അടിച്ചോറിൽ പണി തുടങ്ങി. ഇനി എൻ്റെ പണി ഇനിയും ബാക്കി നിൽക്കുകയാണ്. ഗ്ലാസ്സുകളൊക്കെ പുറത്തെ ഗ്ലാസ്സുകളൊക്കെ തുടക്കാണ്ട്. അടുക്കളയിൽ ഒരു ദിവസത്തെ പണിയുണ്ട്. അടുക്കളയത്തെ വെപ്പ് നീരും കഴിഞ്ഞിട്ട് വേണം അവിടെ വൃത്തിയാക്കാൻ വെച്ചിട്ട്. നിങ്ങൾ കഴിഞ്ഞോ? ഗ്ലാസ്സുകൾ തുടച്ച് വരുമ്പോഴേക്കും ആ പാത്രങ്ങളൊക്കെ കൈക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വൃത്തിയാക്കല്. എന്നാൽ അതും കൂടി കഴിഞ്ഞാൽ അന്നത്തോടു കൂടി പണി കഴിയും. മാറാല് തട്ടലും പൊടി എടുക്കലും ഗ്ലാസ് തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുറത്തെ ഗ്ലാസ് തുടക്കാണ്ട് പിന്നെ ഉള്ളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇപ്പോൾ കലങ്കോലായിട്ടാണ് കിടക്കണേ. അപ്പോൾ ഓരോരുത്തർ ഞങ്ങളിങ്ങനെ വൃത്തിയാക്കി വരുന്നുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് എന്താക്കാം, ഒരു നനച്ചുള്ളി വീഡിയോ കൂടി ഞാൻ ഇന്ന് വൈകുന്നേരത്ത് ഇട്ടുതരാം, മൊത്തമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, കുട്ടി ഇവിടെ ചോറ് ഇങ്ങനെ ഉണ്ട്. ഡിഗ്രി തന്നെ കണ്ടിട്ട് വെച്ചിക്കണേ. അപ്പോൾ എന്തൊക്കെയാണ് ഫുഡ് എന്നറിയോ? നല്ല മാന്തൽ പൊരിച്ചത്, പപ്പടം, മാന്തൽ പൊരിച്ചത്, നത്തള്, പിന്നെ കൊല്ലത്തുനിന്ന് കൊടുന്ന ഇരിച്ചക്കുപ്പേരിയും കൊള്ളോ മുതിരയും കൊള്ളും ചോറും. ഇതാണ് സാമ്പാറാ, പപ്പടം. ഇത് എൻ്റെ മീനാണ്. എനിക്ക് എണ്ണ ഇത് ഇവിടുന്ന് അവിയല് വേറെ വെച്ചത്. അലേഹ ഇനി ഗൈസ് ഇവിടെയൊക്കെ വൃത്തിയാക്കാണ്ട് ഒക്കെ പാടിയും കൂടി ഇന്ന് നടക്കും എനിക്ക് തോന്നില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.